നമസ്കാരം. ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? വീട്ടിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും റിസ്ക് ഒരുപോലെയല്ലേ? ആശുപത്രികളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാറില്ലേ? എന്തുമാത്രം സ്ത്രീകൾക്കാണ് പ്രശ്നം ഉണ്ടാകാറുള്ളത്? പിന്നെ എന്തിനാണ് ഈ വീട്ടിലെ സംഭവം നിങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്? ആ ഭർത്താവ് ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല. അയാൾക്ക് അയാളുടെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടായിരുന്നു. അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. വേണ്ട എന്നാണ് അയാൾ തീരുമാനിച്ചത്. നിങ്ങൾ എന്തിനാണ് അയാളെ ഇങ്ങനെ കടന്ന് ക്രൂശിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ സംഭവം ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കമന്റുകളിലൂടെയാണ് ന്യായീകരണം. ഈ ന്യായീകരിക്കുന്നവർ പറഞ്ഞതാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം ഈ ന്യായീകരിക്കുന്നവരിൽ സ്ത്രീകളും ഉണ്ടെന്നുള്ളതാണ്. പാവ സ്ത്രീകൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അടിമകളാക്കി മാറ്റിയേക്കാണ്. അവർക്ക് തെറ്റേതാ ശരി ഏതാ എന്ന് പോലും ഇപ്പൊ അറിയില്ല. ഭർത്താക്കന്മാര് പറയുന്നത് എന്താണോ അതാണ് അവരുടെ ശരി. ഇനി മുതൽ മുസ്ലിം സ്ത്രീകൾ ആരും തന്നെ ആശുപത്രികളിൽ പോയി പ്രസവിക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ പ്രസവം നടത്തണം. അതാണ് വേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം കോപിക്കും. പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോവും? സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് ഭർത്താക്കന്മാർക്കാണ് കേട്ടോ. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളല്ലോ. അങ്ങനെയാണല്ലോ. സ്ത്രീകൾ ഒരു സുഖവും അനുഭവിക്കാൻ പാടില്ല. അല്ല, എൻ്റെ ഒരു ചോദ്യം, ഏത് ദൈവമാണ് അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകരുതെന്ന് പറയുന്നത്? വയ്യാതായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകരുത് എന്ന് പറയുന്ന ദൈവം അതെങ്ങനെയാണ് ദൈവമാകുന്നത്? അപ്പൊ നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കാൻ നോക്കുന്നത്? ഈ നാട്ടിലുള്ള അറിവില്ലാത്തവരെയോ? പാവപ്പെട്ടവരെയോ? പാവപ്പെട്ടവര് നിങ്ങളുടെ അടിമകളായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അറിവും വിവരവും ഉള്ളവരെ നിങ്ങൾക്ക് ഒരിക്കലും അടിമകളാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ടോ? ആ ഫോട്ടോയ്ക്കകത്ത് നിരന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? സ്ത്രീകളാണ് നിരന്ന് നിൽക്കുന്നത്. നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു ഗ്രാജുവേഷൻ സെറിമണിയാണെന്ന്. കാരണം ഗ്രാജുവേഷൻ സെറിമണിയിൽ നമ്മൾ ഇടുന്ന ആ ഒരു കോട്ടും തലയിൽ വെച്ചേക്കുന്ന തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഒക്കത്ത് കുഞ്ഞുങ്ങളും ഉണ്ട്. സംഭവം എന്താന്ന് മനസ്സിലായോ? അവാർഡ് കൊടുക്കുകയാണ്. നല്ല മാർക്ക് വാങ്ങി പാസ്സായതിനുള്ള അവാർഡൊന്നുമല്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടി എന്നതിന്റെ അംഗീകാരമൊന്നുമല്ല. വീട്ടിൽ പ്രസവിച്ചു അതിനുള്ള അംഗീകാരമാണ് കൊടുത്തേക്കുന്നത്. കുറച്ചുനാൾ മുമ്പ് നടന്നതാണ്. ഇതേ ആൾക്കാരാണ് വീട്ടിൽ പ്രസവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ മലപ്പുറത്ത് ആ യുവതി 5 തവണ പ്രസവിച്ചു. 5 തവണ 5 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എന്നിട്ട് പോലും അതിൻ്റെ പോലും കൺസിഡറേഷൻ ഭർത്താവായിട്ടുള്ള ആ ഉസ്താദ് ചമഞ്ഞ് നടക്കുന്ന സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ആ പൊട്ടൻ കൊടുത്തില്ല. ഇവനൊക്കെ ഉസ്താദാണ്, ഇവനൊക്കെ ഇബിലീസാണ്. ഉസ്താദ് എന്നൊന്നും ഇവനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇവനൊക്കെ ചെകുത്താന്റെ സന്തതികളാണ്. അങ്ങനെ തന്നെ വിളിക്കണം. ദൈവത്തിന്റെ സന്തതികളൊന്നും അല്ല. പോട്ടെ, തൻ്റെ 5 കുഞ്ഞുങ്ങളെ ചുമന്നവളാണ് എന്നുള്ള പരിഗണന പോലും അവർക്ക് കൊടുത്തില്ല. ഒരു വീട്ടിൽ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ ആ സമയത്ത് തന്നെ ആശാ വർക്കർമാരെ ആ കാര്യം അറിയിക്കണം. അവർക്ക് വേണ്ടിയുള്ള പോഷകാഹാരം, മരുന്ന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കണം. പണ്ട്, വളരെ പണ്ട്, നമ്മുടെ അമ്മൂമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ ഒക്കെ കാലഘട്ടത്തിൽ സ്ത്രീകൾ വീട്ടിലായിരുന്നു പ്രസവിച്ചിരുന്നത്. അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന്. അതാദ്യം മനസ്സിലാക്കുക. അന്നത്തെ ചുറ്റുപാടും അന്നത്തെ സിറ്റുവേഷനുമല്ല ഇന്ന്. അന്നത്തെ ശരീരവുമല്ല ഇന്ന് മനുഷ്യന്മാർക്കുള്ളത്. അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അന്നത്തെ സ്ത്രീകളുടെ കൂട്ടല്ല ഇന്നത്തെ സ്ത്രീകൾ. അന്ന് നല്ല സ്ട്രോങ് ആയിരുന്നു സ്ത്രീകൾ. കാരണം അന്നത്തെ ജീവിത നിലവാരമൊക്കെ അങ്ങനെയായിരുന്നു. ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. കുഞ്ഞിലേ മുതലേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അന്ന് ഇത്രയും കെമിക്കൽ നിറഞ്ഞ ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കത്തില്ലായിരുന്നു. ഇത്രയും വിഷം നിറഞ്ഞ ഭക്ഷണമൊന്നും അല്ലായിരുന്നു നമ്മൾ കഴിക്കുന്നത്. നല്ല ഭക്ഷണം, നല്ല വെള്ളമൊക്കെ കുടിച്ചാണ് ജീവിക്കുന്നത്. പട്ടിണി കിടക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ ശരീരത്ത് വിഷാംശം വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ലതുപോലെ പണിയെടുത്ത് നല്ലതുപോലെ സ്ട്രെങ്ത് ആക്കിയ ശരീരമാണ്. അന്നത്തെ ശരീരമല്ല ഇന്ന്. 10-90 വയസ്സുള്ള അമ്മൂമ്മമാർക്കുള്ള അസുഖങ്ങളെക്കാട്ടിൽ കൂടുതൽ ഇന്ന് 10-20 വയസ്സുള്ള ആൾക്കാർക്കുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ്. ഈ സ്ത്രീക്ക് 35 വയസ്സുണ്ട്. എന്നിട്ട് പോലും പോട്ടെ, പ്രസവിച്ചു, വീട്ടിൽ പ്രസവിച്ചു. ഏതോ ഒരു ഉമ്മയും കൊണ്ട് വന്നാണ് പ്രസവം എടുത്തതെന്നാണ് പറയുന്നത്. പ്രസവം എടുക്കുന്ന ഏതൊരു സ്ത്രീയെയും കൊണ്ടാണ് പ്രസവം എടുത്തതെന്ന് പറയുന്നു. അതിനുശേഷം അവർക്ക് വയ്യ എന്ന് കണ്ടപ്പോഴെങ്കിലും അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. 3 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ. ആ 3 മണിക്കൂറിനിടയിൽ എപ്പോഴെങ്കിലും ആ യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. 5 കുഞ്ഞുങ്ങളെ ഇനി ആര് നോക്കും? ഇയാൾ നോക്കുവോ?
ഈ ഉസ്താദ് ചമഞ്ഞ് നടക്കുന്ന ഈ പൊട്ടൻ നോക്കുവോ 5 കുഞ്ഞുങ്ങളെ? കുറെ നോക്കും. ഈ കുഞ്ഞുങ്ങളെ നോക്കാനാണ് എന്നുള്ളതിന്റെ പേരിൽ അയാൾ അടുത്ത യന്ത്രത്തെ കിട്ടും, പ്രസവിക്കാനുള്ള യന്ത്രം. അങ്ങനെ മാത്രമാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. കാരണം മറ്റേ സ്ത്രീ 5 പ്രസവിച്ചതാണല്ലോ. 5 പ്രസവിച്ചത് കൊണ്ട് തന്നെ അവരുടെ ശരീരമൊക്കെ ഭയങ്കര വീക്കായി, ഉടഞ്ഞ്, ആകർഷണമെല്ലാം പോയി, സൗന്ദര്യമെല്ലാം പോയല്ലോ. ഇപ്പൊ അവന് ആകർഷണം തോന്നുന്നില്ലായിരിക്കും. അങ്ങനെയാണല്ലോ. സ്ത്രീകൾ എപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ആകർഷണം തോന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണം. സൗന്ദര്യവും ശരീരവടിവും ആകർഷണവും ഒക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ നമ്മുടെ അടുത്ത് വരില്ല. അതിൻ്റെയും കുറ്റം ആർക്കാണ്? നമുക്കാണ്. ഈ പാവപ്പെട്ട വിവരമില്ലാത്ത ഈ സ്ത്രീകളൊക്കെ വിചാരിക്കുന്നത് ഭർത്താക്കന്മാർ തൻ്റെ അടുത്ത് വരാത്തത്, തന്നിൽ ആകർഷണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ കുഴപ്പം കൊണ്ടാണ്, തൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് വിചാരിച്ച് അവർ വിഷമിക്കും. എന്നിട്ട് ആ പേരും പറഞ്ഞ് ഇവനൊക്കെ 2ഉം 3ഉം 4ഉം ഒക്കെ കെട്ടും. 45 വയസ്സായാലും 50 വയസ്സായാലും ഇവനൊക്കെ 18കാരികളെ തന്നെ വേണം. എന്നിട്ടോ ഇതിനെയൊക്കെ മതവുമായിട്ടങ്ങ് കൂട്ടിക്കെട്ടും. ശുഭം. പക്ഷെ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നുമില്ല കേട്ടോ. പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ. ഇവനൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് എത്ര കെട്ടിയാലും കുഴപ്പമില്ല എന്ന് അങ്ങ് പറയും. ഏത് മതത്തിലാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്? ഏത് മതഗ്രന്ഥത്തിലാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്? ഇവനൊക്കെ അപമാനിക്കുന്നതും ഇവനൊക്കെ വിശ്വസിക്കുന്ന മതത്തെയല്ലേ? സ്വന്തം മതത്തെയും ദൈവത്തെയും പോലും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഒരു ന്യായീകരണം ഉണ്ട്. ആ ന്യായീകരണം ഞാൻ കേൾപ്പിച്ചു തരാം. വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവമൊക്കെ എടുത്ത് വന്ന് ഇവിടെ കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അടുത്ത് ഞാൻ കിടക്കട്ടെ നോക്കിയാണെന്ന്. പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുത്തതിന്റെ ക്ഷീണം ഉണ്ടാകും. ഇങ്ങോട്ട് പ്രസവത്തിന് അങ്ങനെ നീ എത്ര മണിക്കാ മറ്റേ തള്ളനെ വിളിച്ചേ? കുറെ ഒരു മണിക്ക് സമയം നൽകി. അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേൾക്കുക. കിടന്നു. ഞാൻ വിളിക്കാൻ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ കിടന്നു. കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അണങ്ങളിലാന്ന് വന്നപ്പോ ശ്വാസം മുട്ട് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. അവന്റെ മുഖത്ത് ശകലമെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾ നോക്ക്. വിഷമമില്ല. അവൻ സന്തോഷിച്ചിരിക്കുക. ആരോടും പറയാതെ ചെവി അറിയാതെ ഭാര്യയെ കൊണ്ടുപോയി സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാ. പക്ഷെ എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് ആൾക്കാരെ കാണിക്കാനെങ്കിലും ഒന്ന് വിഷമം അഭിനയിക്ക്. ഉസ്താദല്ലേ, വിഷമിക്കാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളവന്മാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാണ് ചെയ്യേണ്ടത്. നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ പാടില്ല ഇതുപോലുള്ള പൊട്ടന്മാരെ. പിന്നെ ആ യുവതിയുടെ വീട്ടുകാരെയും കുറ്റം പറയണം. കാരണം ആദ്യം 2-3 തവണ വീട്ടിൽ പ്രസവിപ്പിച്ചപ്പോഴേ പറയണമായിരുന്നു, ഇത് പറ്റില്ല, സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് പറയണമായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇപ്പൊ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനം? അവൻ പറയുന്നത് കേട്ടില്ലേ? പ്രസവിച്ചു കഴിഞ്ഞ് ആ സ്ത്രീ പോയി, പ്രസവം എടുക്കാൻ വന്ന സ്ത്രീ പോയി. അതിനുശേഷം അവൾക്ക് വയ്യാതെ വന്നവൾ പറഞ്ഞു, ഞാൻ പോയി കിടക്കട്ട്, കുറച്ചു നേരം കിടന്നോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പിന്നെ അനങ്ങിയില്ലെന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അനങ്ങാതെ കിടന്നപ്പോൾ വിളിച്ചു. ആരെ വിളിച്ചു? ഈ പ്രസവം എടുക്കാൻ വന്ന സ്ത്രീയെ വിളിച്ചു. ആംബുലൻസ് വിളിച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട വഴിക്ക് അവൻ വിളിച്ചത് പ്രസവം എടുക്കാവുന്ന സ്ത്രീയെ. ഇവനെയൊന്നും ജയിലിലൊന്നും കൊണ്ടിട്ടാ പോരാ. ഇവനൊക്കെ സ്വർഗം തന്നെ കിട്ടും. നോക്കിയിരുന്നോട്ടെ.